അപ്പൊ നമ്മള് സുരളി ഫാൾസിന്റെ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ എൻട്രൻസ് എടുത്തു. വണ്ടിക്ക് 20 രൂപയാ കേട്ടോ. വണ്ടി കയറണമെങ്കിൽ 20 രൂപ. വണ്ടി അകത്ത് പാർക്ക് ചെയ്യാമെന്നാ പറയുന്നത്. ഇനി ഇത് കൂടാതെ ആൾക്ക് 30 രൂപ വേറെ പാസ് എടുക്കണം. നമ്മൾ ചുരുളി തീർത്ത് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ചെല്ലണമെങ്കിൽ. കയറി പോകുന്ന വഴിക്ക് കാണിക്കാവേ. ഇതുണ്ടോ ഇവിടെ മൊത്തം കടകളാട്ടോ. കുഞ്ഞു കടകളാ. ഇതുകൊണ്ട് ഇപ്പൊ ഒരു പാർട്ടി ഉണ്ടല്ലോ, സമൂസ, നല്ല ക്രിസ്പി സമൂസ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആള് വഞ്ഞ. ഇപ്പൊ ഇത് ഏകദേശം ഒരു 11 മണിയോടെ അടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നിറയെ ആളുകളായി കേട്ടോ. ഇതൊക്കെ എന്നാ വിലയായി? മൊത്തം 2 സൈഡിലും കടകളാണ്. ഇതുണ്ടോ വിറകെടുപ്പയില് നല്ല വിറക് ഈ മടല് വെച്ചാണ് ഇവര് വടയും സാധനം എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതിന്റെ ഗേറ്റിന്റെ അകത്തേക്ക് കടക്കാൻ പോവാ കേട്ടോ. ഇവിടുന്ന് 1 കിലോമീറ്റർ നമ്മൾ നടന്നു തന്നെ വേണം പോകാൻ. വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി കടത്തി വിടത്തില്ല. അപ്പൊ 1 കിലോമീറ്റർ മരം എല്ലാം നിപ്പുണ്ട്. നമുക്ക് തണലുണ്ട്. നമുക്ക് കയറി കാണാവേ. കയറി പോകുന്നതിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു വലിയ മരമാകട്ടോ. ഇത് നമ്മുടെ താന്നിയാ കേട്ടോ. താന്നിക്കാവുണ്ടാകുന്ന താന്നിമരമില്ലേ, അതാണേ. ഇത് ചൂടൊക്കെ കൊണ്ടോ പിടിച്ച പിടി മുറ്റത്തില്ല. പൊന്നേ നോവലും മരവോ നോക്കി കണ്ടോ, ഒരു അത്ഭുതം തന്നെ കേട്ടോ. സുരളി ഫാൾസിലേക്ക് കയറി പോകുന്ന വഴിയുടെ അടുത്താണ് നിൽക്കുന്നത്. നോക്കി എത്ര വാകയും പുളിമരവും എല്ലാം നിൽക്കുന്നതാണ്. നല്ല രസമാ. ഈ ചൂടത്തെ അതറിയുന്നില്ല കേട്ടോ ഇതിന്റെ ചൂട്ടിൽ നിൽക്കുമ്പോ. മാങ്ങ ഇരിക്കുന്ന ഇങ്ങനെ കീറി വെച്ചേക്കുന്ന മാങ്ങ ഒരെണ്ണത്തിന് 30 രൂപ. അപ്പൊ നമുക്ക് അത് ഇതുപോലെ പൊടിയൊക്കെ ഇട്ട് തരും കേട്ടോ. ഇന്ന് നോക്കാതെ தீர்த்த பாலிசில வந்து இந்த மாங்காய் வாங்கி சாப்பிடுது. அதை வந்து தாராளமா வாங்கி சாப்பிடலாம்னு சொல்லுங்க. நல்லா இஷ்டப்பட்டு வாங்கி சாப்பிடு. நல்ல டேஸ்ட் மധുരം ഉള്ളത്. എന്നാന്ന് ചോദിച്ചാ ഇവിടെ വന്ന് ഈ മാങ്ങ എല്ലാം മേടിച്ച് കഴിച്ചോ. നല്ല സൂപ്പറാ, നല്ല റീഫ്രഷ് ആവുന്ന പോലെ കഴിച്ചോ. ഇപ്പം നമ്മള് സുരളിയുടെ വനത്തിലാണ് നിൽക്കുന്നത്. വനത്തിൽ ഇറങ്ങിയപ്പോഴേ അതുകൊണ്ട് ചെറിയ ഒരു വെള്ളം ഒഴുകുന്ന അരുവിയുണ്ട്. അതിനോട് ചേർന്നുള്ള അതിന്റെ കരഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കടൽ പ്രദേശം പോലെ. ഇതുകൊണ്ട് മണല, മൊത്തം മണലാണേ. ഇവിടെ നല്ലതായിട്ട് ഈ പഞ്ഞിമരം അങ്ങനെയുള്ള മരങ്ങളെല്ലാം നിപ്പുണ്ട് കേട്ടോ. ഈ വെയിലിന് സുഖമാ. നമുക്കിങ്ങനെ നിന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ വീഡിയോ ഫോട്ടോ അലൗഡ് അല്ല. അപ്പം അവിടെ കറുപ്പസ്വാമിയുണ്ട്, ബുദ്ധക്ഷേത്രം എന്ന് എഴുതിയേക്കുന്നത്. അവിടെ പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള തുളസിമാല കാര്യങ്ങളെല്ലാം അവിടെ വിൽക്കുന്നുണ്ട്. പേരാലാ കേട്ടോ. ആ വള്ളി താഴോട്ട് വീണ് കിടക്കുന്നുണ്ടോ. അന്യായ തിരക്കാ കേട്ടോ. ഇവിടെ കേറുന്നതിന് ഒരു വണ്ടിക്ക് കാറുകൾക്ക് 20 രൂപ പാസ്സാ. ബസ്സിന് എത്രയാണെന്ന് എനിക്കറിയില്ല. കയറി കഴിഞ്ഞ് വേറെ ഹെഡ് 30 രൂപ പാസ്സാ. നമ്മള് ചുരുളി തീർത്ഥം പോയി കുളിക്കുന്നതിന് വേണ്ടിയുള്ള പാസ്സാന്നാ പറയുന്നേ. അതൊരു 1 കിലോമീറ്റർ ഇവര് നടക്കണം എന്ന് പറഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ നടക്കും. പിന്നെ അവിടെ ചെന്ന് കുളിയൊക്കെ കഴിയുമ്പോൾ നമ്മള് ഫ്രഷ് ആവും. ഇതുപോലെ മാങ്ങ ഒക്കെ ഉള്ളതുകൊണ്ട് മേടിച്ച് നിന്ന് വരാം.